ഈ കോൺഫ്ലിക്റ്റാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് റൂമാണ് അഴിക്കേണ്ടത്. അവിടുന്ന് ജനാധിപത്യ പൗരബോധമുള്ള ആൾക്കാരെ ഈ പൗരബോധമില്ലാത്ത വീടുകളിലേക്ക് വിട്ട് അവരെ അമ്മയും അച്ഛനും അല്ലാതാക്കേണ്ടതുണ്ട്. ആ പ്രോസസ്സ് നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ അവബോധം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന പൗരബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, സിവിക് സെൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിച്ച് അവരുടെ കൺസെൻറ്റോടെ അവരോട് പെരുമാറുന്നത് എങ്ങനെ. കൺസെൻറ്റ് ലൈംഗിക ബന്ധത്തിൽ മാത്രം കൺസെൻറ്റ് ചോദിക്കുന്നതല്ല, അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ അതിരിനെ പറ്റി അതിരറിഞ്ഞു പെരുമാറുന്നതാണ് ജനാധിപത്യം. രണ്ടുപേരുള്ളിടത്ത് അതിരേതാണെന്ന്, അതിരില്ലാതെ സ്നേഹിക്കുന്നതിനെ പറ്റി പണ്ട് കാലത്ത് പറയും. അതിരില്ലാതെ സ്നേഹിക്കാൻ ഒരു കാലത്തും കഴിയില്ല, അഭിനയിക്കാനേ പറ്റുള്ളൂ. അതിരറിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് രണ്ടുപേരുള്ള വീടുണ്ടാകേണ്ടത്. ഇന്നും നമുക്ക് രണ്ടുപേരുള്ള വീടില്ല, ഒരാളുടെ കീഴിൽ കഴിയുന്നവരുടെ ലോകമാണുള്ളത്. ഇതുകൊണ്ടാണ് അത് കഴിയാത്തത്. അപ്പം രണ്ടുപേരുള്ളവർക്ക് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സമ്മതപൂർവ്വം ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ഈ ജനാധിപത്യം എന്നുള്ള വാക്കും തെറ്റാണ്. ജനകീയം എന്നോ ജനായത്വം എന്നൊക്കെ ഉള്ള വാക്കേ സത്യത്തിൽ ഉപയോഗിക്കാവൂ. ആധിപത്യത്തിൻ്റെ യുക്തി അതിനകത്ത് വന്നുകൂടാ. പരസ്പര സഹകരണമാണ് ജനകീയമായ സേവന വ്യവസ്ഥയ്ക്ക് വേണ്ടത്. ജനകീയ സേവന വ്യവസ്ഥ എന്നാണ് ഡെമോക്രസിയെ പറയുന്നത്. ജനകീയ സേവന വ്യവസ്ഥ, ക്രമീകരണം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്പറിൽ കൂടുതലുള്ള ആൾക്കാരിന് ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ക്രമീകരണത്തിനെ ഭരണമായി തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും നമ്മുടെ ഈ ജനപ്രതിനിധികൾ പോയി ഭരിക്കാനിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്.